ഹായ് എല്ലാവരും സുഖമായിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോയുടെ ഇൻട്രോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ചാനലിൽ 7 ദിവസത്തെ സമ്മർ സ്കിൻ കെയർ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് ഫസ്റ്റ് ഡേ ആണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഇൻട്രോ ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിൽ അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ സ്കിൻ കെയറിൽ ഫസ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് നമ്മുടെ ചാനലിലെ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. മറക്കാതെ നല്ല നല്ല വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ, വീണ്ടും നമ്മുടെ ചാനലിലൂടെ നല്ല നല്ല വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതെല്ലാം ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്താണ് നോക്കാം. അപ്പോൾ നമ്മുടെ ഡേ 1 വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ കുറച്ച് ഇൻട്രോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 4-5 സെക്കൻഡ് മിനിറ്റ് വരുന്ന ഒരു വീഡിയോ ആണത്. അപ്പോൾ ജസ്റ്റ് ഈ ഒരു സ്കിൻ കെയർ ചാലഞ്ച് ചെയ്യാനും കാണാനും ഒക്കെ താല്പര്യമുള്ളവർ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇൻട്രോ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അതിനുശേഷം നമ്മുടെ ഈ ഒരു സ്കിൻ കെയർ ചാലഞ്ചിൽ പങ്കെടുക്കാനായിട്ട് ഞാൻ റിക്വസ്റ്റ് കൂടെ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുക. എന്തായാലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. കാരണം ഇപ്പം നല്ലപോലെ ചൂടുണ്ട്. നമ്മുടെ സ്കിന്നിനും ഹെൽത്തിനും ഹെയറിനും ഒക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവാം. നമ്മൾ സെൽഫായിട്ട് നമ്മൾ നല്ലപോലെ കെയർ ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നിങ്ങൾ ഈ ഒരു സ്കിൻ കെയറിൽ പങ്കെടുക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാണ്. പിന്നെ സ്കൂളിൽ പോകുന്നവരുണ്ട്, കോളേജിൽ പോകുന്നവരുണ്ട്, വർക്ക് ചെയ്യുന്നവരുണ്ട്, എല്ലാവരും ജോലിയൊക്കെ ആയിട്ട് തിരക്കുള്ളവരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈവനിങ്ങിൽ എന്തായാലും ഒരു ടൈം നിങ്ങൾക്കൊരു 10 മിനിറ്റ്സ് ഇതിന് വേണ്ടി മാറ്റി വെക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ട് നിങ്ങൾക്ക് ഈ ഫേസ് പാക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഈ ഒരു ഫേസ് പാക്കിനെ പറ്റി എന്താണ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, 7 ദിവസവും ഞാൻ ഷെയർ ചെയ്യുന്ന ഈ ഒരു ഫേസ് പാക്ക് എന്തായാലും വളരെ എഫക്റ്റീവും വളരെ യൂസ്ഫുള്ളും ആയിട്ടുള്ള, വളരെ ഗുണകരമായിട്ടുള്ളതാണ് എന്ന് ഞാൻ ഉറപ്പ് പറയുന്നുണ്ട്. പക്ഷേ എല്ലാവരുടെ സ്കിന്നും ഒരുപോലെ വർക്കൗട്ടായി എന്ന് വരില്ല. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്ന ഫേസ് പാക്ക് ചിലപ്പോൾ ചിലർക്ക് നല്ല റിസൾട്ട് കൊടുക്കും, ചിലർക്ക് നല്ല റിസൾട്ട് കൊടുക്കില്ല. അപ്പോൾ ഈ 7 ദിവസത്തെ ഫേസ് പാക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫേസ് പാക്ക് ഏതാണെന്ന് നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവും. അത് നിങ്ങൾ കണ്ടെത്തിയിട്ട് അത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. 7 ദിവസവും ഞാൻ ഷെയർ ചെയ്യുന്ന ഫേസ് പാക്ക് എന്തായാലും വളരെ യൂസ്ഫുൾ ആയിരിക്കും, വളരെ എഫക്റ്റീവ് ആയിരിക്കും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾ പറയുക. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ നല്ല റിസൾട്ട് കിട്ടിയ ഒരു ഫേസ് പാക്ക് ആണെന്ന് വെച്ചോ, ആ ഒരു ഫേസ് പാക്ക് നിങ്ങൾ ഏകദേശം ഒരു 1.5 മാസം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക. അപ്പോഴും മാത്രമേ നിങ്ങൾക്ക് ഒരു പെർമനന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വിസിബിൾ ആയിട്ടുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനുശേഷം നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കമന്റ് ബോക്സിലൂടെ ഷെയർ ചെയ്യുക. ഇനി അടുത്ത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്കിപ്പം നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നിന് അങ്ങനെ അത്രയ്ക്ക് ഇറിറ്റേഷൻസോ ഇച്ചിങ്സൊന്നോ അങ്ങനെ ഒന്നും ഉണ്ടാക്കുന്നതല്ല, ഹാർംഫുൾ അല്ല. പക്ഷേ ചിലർക്ക് ഏതെങ്കിലും ഇൻഗ്രീഡിയൻസ് ഒക്കെ അലർജി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ഇൻഗ്രീഡിയൻറ്റ്, ഞാൻ ഈ 7 ദിവസം തയ്യാറാക്കുന്ന ഓരോ ഫേസ് പാക്കിലും യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഇൻഗ്രീഡിയൻറ്റ് അലർജറ്റിക് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് സ്കിപ്പ് ചെയ്യുക. ഒന്നുകിൽ ആ ഒരു ഇൻഗ്രീഡിയൻറ്റ് സ്കിപ്പ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഫേസ് പാക്ക് കംപ്ലീറ്റ് ആയിട്ട് സ്കിപ്പ് ചെയ്യുക. അപ്പോൾ സ്കിന്നിന് അലർജറ്റിക് ആയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. ഇത്രയേ ഉള്ളൂ ബേസിക് ആയിട്ട് ഞാൻ പറയുന്ന കാര്യമാണ്. പിന്നെ അടുത്ത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഫേസ് പാക്ക് നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരങ്ങളിൽ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഈവനിങ് ആകുമ്പോഴത്തേക്കും 2 കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത്, നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ സൂര്യപ്രകാശം കൊള്ളാനായിട്ട് പോകത്തില്ല. അതായത് ടാൻ ഒന്നും ഉണ്ടാകത്തില്ല, ഡയറക്റ്റ് ആയിട്ടുള്ള റേസ് ഒന്നും നമ്മുടെ ഫേസിൽ അടിക്കത്തില്ല. അപ്പോൾ ആ ഒരു കാര്യമാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, എല്ലാവരും ഈവനിങ്ങിലായിരിക്കും കുറച്ചൊന്ന് ഫ്രീ ആവുന്നത്. അപ്പോൾ ആ ഫ്രീ ആവുന്ന സമയം, ഇപ്പം നമ്മൾ മൊബൈൽ കാണുകയോ അല്ലെങ്കിൽ TV കാണുകയോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വെറുതെ കിടക്കാനായിട്ട് റെസ്റ്റ് എടുക്കാനായിട്ട് ഇരിക്കുന്ന ആ ഒരു ടൈമിൽ തന്നെയും നിങ്ങൾക്ക് ജസ്റ്റ് ഒരു 10 മിനിറ്റ്സിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഈ ഫേസ് പാക്ക് നോക്കുക, ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എടുക്കുക, മിക്സ് ചെയ്യുക, ഫേസിലേക്ക് അപ്ലൈ ചെയ്യുക. നല്ല റിലാക്സേഷൻ ആണ്, നല്ല കൂളിംഗ് എഫക്റ്റ് കിട്ടും. ഇപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്നവർക്കായാലും പുറത്ത് പോയി ജോലി ചെയ്യുന്നവർക്കായാലും ഇതൊരു നല്ലൊരു റിലീഫ് ആയിരിക്കും, നല്ലൊരു റിലാക്സേഷൻ കിട്ടും. നിങ്ങൾ ഈ ഒരു ഫേസ് പാക്ക് ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നല്ലൊരു കൂൾനെസ് ഒക്കെ കിട്ടും. അപ്പോൾ അതോടൊപ്പം നമുക്ക് സ്കിന്നിന് ഒരുപാട് ബെനിഫിറ്റ്സും കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈവനിങ്ങിൽ പറയുന്നത്. ഈവനിങ്ങിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കൂടുതൽ റിലാക്സ് ആവാനും സാധിക്കും. അപ്പോൾ ഈ 2 കാര്യങ്ങളുള്ളത് കൊണ്ടാണ് ഞാൻ ഈവനിങ്ങിൽ ഇതൊന്ന് ട്രൈ ചെയ്യാനായിട്ട് പറയുന്നത്. അപ്പോൾ ഇനി ഇതിൽ ബേസിക് ആയിട്ടും എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യങ്ങളും ഇല്ല. ഇത്രയും മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ടാണ് ഞാനിത് കുറച്ച്
ലാഗ് അടിച്ച് പറയുന്ന കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് പറയുന്നത്. ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ്, എന്നാലും ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് ഫേസ് പാക്ക് എന്താണെന്ന് നോക്കാം. നമ്മുടെ സമ്മർ എഡിഷനിലെ നമ്മുടെ സമ്മർ സ്കിൻ കെയർ ചാലഞ്ചിലെ ആദ്യത്തെ ഫേസ് പാക്ക് നമുക്ക് എന്താണെന്നും എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം എന്നുള്ളതും അങ്ങനെ തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും നോക്കാം. ഡേ 1 ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ പച്ചരി ചേർത്ത് കൊടുക്കാം. ദോശയ്ക്കും ഇഡ്ഡലിക്കും ഉപയോഗിക്കുന്ന പച്ചരിയാണ് നമ്മളിവിടെ എടുക്കേണ്ടത്. മിക്സിയുടെ ജാറിൽ ഒട്ടും വെള്ളത്തിൻ്റെ അംശം പാടില്ല. നല്ലപോലെ എന്നിട്ട് പൊടിച്ചെടുക്കണം. വെള്ളമുണ്ടെങ്കിൽ നല്ലപോലെ പൊടിഞ്ഞു വരത്തില്ല, അതുകൊണ്ട് വെള്ളമില്ല എന്ന് ഉറപ്പ് വരുത്തണം. ഇനി നമുക്കൊരു ബൗളിലേക്ക് ഇതുപോലെ ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ട് ഈ അരിപ്പയിലേക്ക് നമ്മളിപ്പോൾ പൊടിച്ചെടുത്ത പച്ചരി ഒന്ന് തട്ടിക്കൊടുക്കാം. തട്ടിക്കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കാം. നമുക്ക് വളരെ ഫൈനായിട്ടുള്ള ഒട്ടും ഗ്രാനുവൽസോ തരികളൊന്നും ഇല്ലാത്ത നല്ല ഫൈനായിട്ടുള്ള പച്ചരിപ്പൊടിയാണ് വേണ്ടത്. റെഡിമെയ്ഡ് ആയിട്ടുള്ള ഇടിയപ്പപ്പൊടി, അപ്പപ്പൊടി അതൊന്നും ഉപയോഗിക്കരുത്. നല്ലപോലെ സ്കിന്നിന് ഗുണങ്ങൾ കിട്ടാനും നമുക്ക് നല്ല റിസൾട്ട് കിട്ടാനും ശുദ്ധമായ പച്ചരിപ്പൊടി തന്നെയാണ് ആവശ്യം. ഇനി നമുക്ക് രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് റെഡിയാക്കാം. രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് ഉരുളക്കിഴങ്ങാണ്. നമ്മളിപ്പോൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഉരുളക്കിഴങ്ങിൽ നിന്ന് ഏറ്റവും ചെറിയൊരു ഉരുളക്കിഴങ്ങ് നോക്കിയെടുക്കുക. അതിനുശേഷം നമുക്ക് അതിൻ്റെ സ്കിന്ന് ഇതുപോലെ ഒന്ന് പീൽ ചെയ്ത് കളയാം. ഒരു പീലർ ഉപയോഗിച്ചിട്ട് ഉരുളക്കിഴങ്ങിൻ്റെ സ്കിന്ന് പീൽ ചെയ്യാൻ എളുപ്പമാണ്. ചിലരൊക്കെ ഈ ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് അതിൻ്റെ സ്കിന്ന് പീൽ ചെയ്ത് കളയും. ഇവിടെ നമ്മൾ ഉരുളക്കിഴങ്ങ് കുക്ക് ചെയ്യുന്നില്ല, കുക്ക് ചെയ്യാത്ത ഉരുളക്കിഴങ്ങാണ് നമ്മളിവിടെ എടുക്കുന്നത്. അങ്ങനെ സ്കിന്ന് പീൽ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഉരുളക്കിഴങ്ങിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം. ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റാർച്ചാണ് നമുക്ക് വേണ്ടത്, അതുകൊണ്ട് നമുക്ക് ഈ ഉരുളക്കിഴങ്ങിനെ നല്ല പേസ്റ്റായി അരച്ചെടുക്കണം. അത് എളുപ്പമാക്കാൻ വേണ്ടിയാണ് നമ്മളിതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്യുന്നത്. ചെറിയ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തതിന് ശേഷം നല്ലപോലെ വെള്ളത്തിൽ കഴുകുക, അതിൻ്റെ കറ കംപ്ലീറ്റ് കളയുക. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് ഇപ്പം നമ്മൾ കട്ട് ചെയ്ത് കഴുകിയെടുത്ത ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഈ ഉരുളക്കിഴങ്ങ് നല്ല പേസ്റ്റായി അരിഞ്ഞു വരണം. അതിനായിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടി വരും. ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്, വളരെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് നല്ല പേസ്റ്റാക്കി ഒന്ന് അരച്ചെടുക്കുക. ഞാനിവിടെ ഉരുളക്കിഴങ്ങ് നല്ല പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, കണ്ടോ, എല്ലാ പീസസും നല്ല പേസ്റ്റായി അരഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലൊരു പാത്രത്തിൻ്റെ മുകളിൽ അരിപ്പ വെച്ചതിന് ശേഷം ഈ അരച്ചെടുത്ത ഉരുളക്കിഴങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ജ്യൂസ് കംപ്ലീറ്റ് ഫിൽറ്റർ ചെയ്ത് വരും. നമ്മൾ അരച്ചെടുത്ത ഉരുളക്കിഴങ്ങിലെ കംപ്ലീറ്റ് നീരും പിഴിഞ്ഞെടുക്കുക. നല്ലപോലെ കൈകൊണ്ട് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ കംപ്ലീറ്റ് നീരും കിട്ടും. ഇത്രയും ക്വാണ്ടിറ്റിയാണ് ഞാനിവിടെ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഞാൻ ഈ ഒരു നീര് ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് വെക്കുകയാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഈ ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റാർച്ച് ഈ ഗ്ലാസിൻ്റെ അടിയിൽ സെറ്റിലാവും. ഈ സ്റ്റാർച്ചാണ് നമുക്ക് ഇന്നത്തെ ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് വേണ്ടത്. ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റാർച്ച് സെറ്റിലാവാൻ വെച്ചിട്ട് ഏകദേശം ഒരു 15 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഈ ഗ്ലാസിൻ്റെ താഴെ ഒരു വൈറ്റ് പോർഷൻ കാണുന്നത് കണ്ടോ, അതാണ് ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റാർച്ച്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ അതിൻ്റെ ജ്യൂസ് നിൽക്കുകയാണ്. ആ ജ്യൂസ് നമുക്ക് ആവശ്യമില്ല. പതുക്കെ അനക്കാതെ നമുക്ക് ആ ജ്യൂസ് മാത്രം ഒന്ന് സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ അടിയിൽ സെറ്റിലായി കിടക്കുന്ന ആ ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റാർച്ച് നമുക്ക് കിട്ടും. വളരെ പതുക്കെ ഒഴിച്ചു കൊടുത്താൽ മതി, ധൃതി ഒന്നും കാണിക്കേണ്ട. ആ സ്റ്റാർച്ച് അനങ്ങാതെ തന്നെ ഒഴിച്ചു കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അത് വെള്ളത്തിൻ്റെ കൂടെ അങ്ങ് മിക്സായി പോവും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കണ്ടോ, ആ ഒരു വൈറ്റ് പോർഷൻ കാണുന്നുണ്ടോ, അതാണ് പൊട്ടറ്റോയുടെ സ്റ്റാർച്ച്. ഇത് നമ്മുടെ സ്കിന്നിന് ഒരുപാട് ഗുണങ്ങൾ തരുന്നതാണ്. ഞാൻ കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാ കണ്ടോ, വളരെ കുറച്ച് മാത്രമേ നമുക്കതിൽ നിന്ന് കിട്ടിയിട്ടുള്ളൂ. ഒരു ചെറിയ മീഡിയം സൈസിലെ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് നമ്മൾ പേസ്റ്റാക്കി അരച്ചെടുത്തു. അതിനുശേഷം അതിൻ്റെ ജ്യൂസ് സെപ്പറേറ്റ് ചെയ്തെടുത്തു. ആ ജ്യൂസിൽ നിന്നാണ് നമ്മൾ ഇത്രയും അളവിൽ സ്റ്റാർച്ച് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഇത് തന്നെ ധാരാളമാണ് നമുക്ക് ഇന്നത്തെ ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് ആദ്യം ഒരു ചെറിയ ബൗൾ എടുക്കാം. ഈ ബൗളിലേക്ക് നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റാർച്ച് കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുക്കുക. ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം വരും. ഒരു ശകലം പോലും നമ്മൾ കളയരുത്. നമ്മൾ തയ്യാറാക്കിയ കംപ്ലീറ്റ് സ്റ്റാർച്ചും ആ ബൗളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരിപ്പൊടി ഇതിലേക്ക് 1 ടീസ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അടുത്ത ഇൻഗ്രീഡിയൻറ്റ്, അതായത് മൂന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നാരങ്ങ നീരാണ്. ഒരു പഴുത്ത നാരങ്ങയുടെ പകുതി എടുക്കുക. അതിൻ്റെ വളരെ കുറച്ച് മാത്രം നീര് പിഴിഞ്ഞ് ചേർത്താൽ മതി. നാലാമതായിട്ട് നമ്മൾ ചേർക്കുന്നത് അലോവേറ ജെല്ലാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന റെഡിമെയ്ഡ് ആയിട്ടുള്ള അലോവേറ ജെല്ല് ചേർത്ത് കൊടുക്കുക. നമ്മൾ വീട്ടിൽ വളർത്തുന്ന അലോവേറ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ക്രീമി കൺസിസ്റ്റൻസി കിട്ടത്തില്ല, കുറച്ചുകൂടെ വെള്ളമായിപ്പോവും, കുറച്ചുകൂടെ ലൂസായിപ്പോവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അലോവേറ ജെല്ല് റെഡിമെയ്ഡ് ചേർക്കാം. നമ്മൾ ആദ്യം അരിപ്പൊടിയിൽ നിന്ന് 1 ടീസ്പൂൺ അളവിൽ അരിപ്പൊടി മാത്രമേ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ബാക്കി മുഴുവൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല ക്രീമി ടെക്സ്ചറിൽ നമ്മളൊരു ഫേസ് പാക്ക് തയ്യാറാക്കുന്ന ആ ഒരു ക്രീമി ടെക്സ്ചർ ഈ ഒരു ടെക്സ്ചറിൽ എത്തുന്നവരെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുന്നതിന് മുമ്പേ ആയിട്ട് നമ്മുടെ
ഹെയർ ബാക്കിലോട്ട് കെട്ടി വെക്കുക. അതിനുശേഷം ഫേസ് നല്ലപോലെ ഒന്ന് ക്ലെൻസ് ചെയ്യുക. ക്ലെൻസ് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് ഈ നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഒരു നേരം നമ്മുടെ ഫേസിലും നെക്കിലും കൂടെ ആയിട്ട് അപ്ലൈ ചെയ്യാനുള്ള ക്വാണ്ടിറ്റിയിൽ മാത്രമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ആദ്യം നമ്മൾ ഫസ്റ്റ് ലെയർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു ഡബിൾ കവറേജ് കൊടുക്കുക. പിമ്പിൾസ് ഒക്കെ നല്ലപോലെ വരുന്നവർക്ക് അത് മാറിയതിന് ശേഷം ഉണ്ടാകുന്ന ഡാർക്ക് മാർക്കൊക്കെ ഒരുപാട് കാണും. ചീക്സിൽ, നമ്മുടെ കവിളിൽ കാണും. അങ്ങനെയുള്ള ഏരിയയിലൊക്കെ ഡാർക്ക് മാർക്കൊക്കെ ഉള്ള ഏരിയയിൽ കുറച്ചുകൂടി ഡബിൾ കവറേജ് കൊടുക്കുക. ഡാർക്ക് സർക്കിൾസ് ഉള്ളവർ കണ്ണിന് ചുറ്റും നല്ലപോലെ ഡബിൾ കവറേജ് കൊടുക്കുക. നല്ല രീതിയിൽ ലെയറിൽ അപ്ലൈ ചെയ്യുക. ഫേസിൽ മാത്രമല്ല നെക്കിലും അതുപോലെ തന്നെ അപ്ലൈ ചെയ്യണം. ഇപ്പോൾ ഈ ചൂട് സമയത്ത് നമ്മൾ പുറത്തോട്ടൊക്കെ പോകുന്ന സമയത്ത് നല്ലപോലെ ടാൻ ആവും. അപ്പോൾ നമ്മുടെ ഈ ഒരു നെക്കിൻ്റെ ഏരിയയിലൊക്കെ നല്ലപോലെ ടാനായി കാണും. അവിടെയൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. എന്നിട്ടൊരു 10 to 15 മിനിറ്റ്സ് വരെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. പെട്ടെന്ന് തന്നെ സ്കിന്നിലേക്ക് അബ്സോർബ് ആവുന്നതായിരിക്കും. അതിനുശേഷം ഈ ഒരു ഫേസ് പാക്ക് നമുക്കൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു വാട്ടർ സ്പ്രെയർ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് നമുക്ക് ഈ ഫേസ് പാക്ക് വെറ്റ് ചെയ്യാം. അതിനുശേഷം ഒരു 10 മിനിറ്റ്സ് എങ്കിലും നമ്മൾ വളരെ ജെൻറ്റിലായിട്ട് നമ്മുടെ ഫിംഗറിൻ്റെ ടിപ്സ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് റിമൂവ് ചെയ്യാം. നമുക്കത് റിമൂവ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ സ്കിന്നിന് നല്ലൊരു സോഫ്റ്റ്നെസ്സും ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഗ്ലോ കിട്ടുന്നതും കാണാം. തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. ഓയിലി സ്കിന്ന്, കോമ്പിനേഷൻ, ഡ്രൈ എല്ലാവർക്കും യൂസ് ചെയ്യാവുന്ന നല്ലൊരു അടിപൊളി ഫേസ് പാക്ക് തന്നെയാണ്. പെൺകുട്ടികൾക്ക് മാത്രമല്ല ആൺകുട്ടികൾക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഫേസ് പാക്കിനെ പറ്റിയുള്ള ഇന്നത്തെ ഫസ്റ്റ് ഡേയിലെ ഫേസ് പാക്കിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. തയ്യാറാക്കുന്ന രീതി, ഇൻഗ്രീഡിയൻസ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യുന്നു, എപ്പോഴൊക്കെ ഉപയോഗിക്കാം എന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൂടെ മെസ്സേജ് അയക്കാവുന്നതാണ്. നിങ്ങളുടെ എല്ലാ ഡൗട്ട്സിനും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കിപ്പോൾ ഈവനിങ് തന്നെ നോക്കണം എന്നൊന്നുമില്ല. നിങ്ങൾ ഫ്രീ ആയിരിക്കുന്ന സമയം എപ്പോഴാണോ, നിങ്ങൾക്ക് കൺവീനിയൻസ് എപ്പോഴാണോ അപ്പോഴും നിങ്ങൾ ഫേസ് പാക്ക് ട്രൈ ചെയ്ത് നോക്കുക. നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. നിങ്ങളുടെ സ്കിന്നിന് ഒരുപാട് ഗുണങ്ങൾ കൊടുക്കുന്നതാണ്. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളതാണ്. ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ മറക്കാതെ തന്നെ ഷെയർ ചെയ്ത് തരിക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറക്കാതെ നമ്മുടെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള ഒരുപാട് നല്ല നല്ല വീഡിയോസ് ഞാൻ നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ അതൊന്നും മിസ് ചെയ്യരുത്. അത് മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മുടെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ദിവസത്തെ വീഡിയോ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരെയും എല്ലാവരും ഹാപ്പി ആയിരിക്കുക. സമാധാനത്തിലും സന്തോഷത്തിലും നല്ല നല്ല ആഹാരമൊക്കെ കഴിച്ച് നല്ല അടിപൊളിയായിട്ടിരിക്കുക. വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാം.